ഭാഗത്താണ്. ആ സമരത്തിൻ്റെ ഭാഗമായ മുദ്രാവാക്യത്തെ സംബന്ധിച്ച് കർഷക സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി അവതരിപ്പിക്കും. സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന ആളുകൾ ഇപ്പം നേരത്തെ പരിചയപ്പെടുത്തി സംസാരിച്ച പി കെ ഷാജൻ CITUവിൻ്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞാൻ കേരള കർഷക സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയും സംയുക്ത കർഷക സമിതിയുടെ ജില്ലാ കൺവീനറുമാണ്. AS കുട്ടി എന്നാണ് പേര്. മറ്റൊന്ന് KK രാജേന്ദ്രബാബു, കിസാൻ സഭയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ സംയുക്ത കർഷക സമിതിയുടെ ജില്ലാ ചെയർമാനാണ്. പ്രിൻസിനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, AITUCയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. മറ്റൊന്ന് രാകേഷ് കണിയാമ്പറമ്പിൽ, അദ്ദേഹം BKMU കർഷക തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ വരുന്ന 10-ാം തീയതി ഒരു കടുത്ത സമര രൂപം, ഉപരോധ സമരം എന്ന രീതിയിൽ കാലത്ത് 8 മണി മുതൽ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്ര ആഫീസുകൾക്ക് മുമ്പിലും ഉപരോധ സമരം നടത്തുക എന്ന തീരുമാനമാണ് സംയുക്ത ട്രേഡ് യൂണിയനും സംയുക്ത കർഷക സംഘടനകളും സംയുക്തമായി കർഷക തൊഴിലാളി സംഘടനകളും, 3 സംഘടനകളാണ് പ്രധാനമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത്. മറ്റേ ജോയിൻറ്റ് ഫോറം ഓഫ് CITU SKM, അതുപോലെ തന്നെ കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന നിലവാരത്തിലാണ് ഇതിൻ്റെ കേരളത്തിൽ പരിപാടി പ്ലാൻ ചെയ്യുന്നത്. അഖിലേന്ത്യാ തലത്തിലും ഈ പരിപാടി വളരെ വിശദമായി സമരങ്ങളും കാര്യങ്ങളും നടക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കേന്ദ്ര BJP ഗവൺമെൻറ്റിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനദ്രോഹ തൊഴിലാളി ദ്രോഹ നിലപാടുകൾ. ആ നിലപാടുകൾ കൂടുതൽ ശക്തിയുക്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ആവശ്യങ്ങൾ അങ്ങോട്ട് ഉന്നയിച്ചാലും ആ കാര്യങ്ങളിൽ ചർച്ച പോലും വേണ്ടത്ര ഈ ബന്ധപ്പെട്ട മേഖലകളുമായിട്ട് കർഷക തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പോലും കൂട്ടാക്കാത്ത ഒരു നിലപാടെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അതിനെതിരെ നിരവധി സമരങ്ങൾ വിവിധ രൂപങ്ങളിലായിട്ട് നമ്മൾ സ്റ്റേറ്റിലും അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിലും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന രീതിയിൽ 21 ആവശ്യങ്ങളാണ് ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നുള്ളതാണ്. ഞാൻ പരിപാടിയുടെ ഈ മുദ്രാവാക്യങ്ങൾ വിശദീകരിക്കുന്നില്ല, അത് ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു അധികപ്പറ്റാവും എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ആ പോയിന്റുകൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് കർഷകദ്രോഹ നയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ അടുത്ത കാലത്തുണ്ടാക്കിയ India-US ഇടക്കാല കരാർ, പൂർണ്ണമായിട്ടില്ല, ഇടക്കാല കരാറാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്, ആ കരാറ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച സംഭരണ വില നൽകുക. MSP നടപ്പാക്കാൻ കൂട്ടാക്കുന്നില്ല. ആ ഘട്ടത്തിൽ തന്നെ ഈ ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിയുന്ന ഒരു പൊതുസ്ഥിതിയുണ്ട്. കൃഷിക്കാരുടെ ജീവിതം വളരെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ മുദ്രാവാക്യം കർഷകദ്രോഹ ബില്ലുകൾ. ഇപ്പോൾ മുമ്പ് ഡൽഹി സമരത്തിനെ തുടർന്ന് പിൻവലിക്കപ്പെട്ട ആ ബില്ലുകൾക്ക് പകരം, പ്രധാനപ്പെട്ട 3 ബില്ലുകൾക്ക് പകരം ചില പുതിയ നീക്കങ്ങൾ ആ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ കർഷക മോർച്ച, സംയുക്ത കർഷക മോർച്ച എന്ന രീതിയിൽ SKM അതിൻ്റെ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബില്ലുകൾ പിൻവലിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ആറാമത്തെ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അതിൻ്റെ പേരും മാറ്റി, അതിൻ്റെ സംവിധാനങ്ങളും മാറ്റി, തൊഴിൽ ദിനങ്ങൾ അല്പം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു, കൂലിയിൽ ചില മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ബലത്തിൽ തൊഴിലില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്.
ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയിൽ പൂർണ്ണമായും തൊഴിലില്ലാത്ത അവസ്ഥയിലേക്ക് വരും. കാരണം അതിൻ്റെ ഫണ്ട് ഓരോ ബഡ്ജറ്റിലും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം മനസ്സിലാക്കുന്നത് 2-2.5 ലക്ഷം കോടിയിൽ ആരംഭിച്ചിപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ എത്തി നിൽക്കുന്നത് 65,000 കോടിയിൽ മാത്രമാണ്. അപ്പോൾ ആ പദ്ധതി അട്ടിമറിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അട്ടിമറിക്കാൻ പാടില്ലെന്നും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് മതിയായ ഫണ്ട് അനുവദിക്കണം എന്നതാണ് 7ാമത്തെ ഡിമാൻഡായിട്ട് ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, 8ാമത്തെ ഒരു ഡിമാൻഡ്, കേന്ദ്ര പദ്ധതികളുടെ വിഹിതം, കേന്ദ്ര പദ്ധതിയുടെ ചെലവുകളുടെ ഭാരം സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഏകദേശം 60-40 പഴയ കാലത്തുണ്ടായിരുന്നു. 60 സ്റ്റേറ്റും 60 കേന്ദ്രവും 40 ഇവിടെ. ഇപ്പോൾ അത് 60 സംസ്ഥാനവും ഏകദേശം 40ഉം പിന്നെ 40-ന് താഴെയും എല്ലാം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അത്തരം ഫണ്ടുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഒരു പ്രയാസപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ആ ഭാരം സംസ്ഥാനത്തെ അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ്. 9ാമത്തെ മുദ്രാവാക്യം നിരന്തരമായി ഉന്നയിക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് കർഷക തൊഴിലാളികളുടെ ദേശീയ മിനിമം വേതനം നിശ്ചയിക്കുക. ഇപ്പോൾ കേരളത്തിലേക്ക് മിനിമം വേതനം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് കൂലി ലഭിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കേരളത്തിന് പുറത്തുള്ള സ്ഥിതിഗതികൾ വളരെ മോശപ്പെട്ടൊരു സ്ഥിതിയാണ്. ഒരു മിനിമം ഗ്യാരണ്ടി കൂലിയുടെ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 10ാമത്തെ പ്രധാനപ്പെട്ട ഡിമാൻഡ് പാചകവാതകത്തിൻ്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വിലവർധന പിൻവലിക്കുക. ഇപ്പോൾ വിശേഷിച്ച് പശ്ചിമേഷ്യൻ യുദ്ധമൊക്കെയായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ക്രൂഡിൻ്റെ വില അല്പം കുറഞ്ഞു. പിന്നീട് വീണ്ടും സംഘർഷം വന്നപ്പോൾ ക്രൂഡിൻ്റെ വില അല്പം കൂടി. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ കുറയുന്ന ഘട്ടത്തിലൊന്നും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അതിൻ്റെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല എന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥിതി നിലനിൽക്കുന്നു. അത് ആ വിലവർധനവ് പിൻവലിക്കണമെന്നുള്ളതാണ്. സാധാരണ തൊഴിലാളികളുടെ മിനിമം വേതനം 26,000 രൂപ പ്രതിമാസവും EPF പെൻഷൻ 9,000 രൂപയുമാക്കി ഉയർത്തുക എന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, പൊതുമേഖലാ സ്വകാര്യവൽക്കരണം പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പൊതുമേഖലാ സ്വകാര്യവൽക്കരണം വളരെ ശക്തിയായിട്ടും ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനങ്ങളൊക്കെ തന്നെ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, അവരുടെ ഉൽപ്പാദനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായും പൊതുമേഖലയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടും ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു ഉയർന്ന നിലവാരം നഷ്ടപ്പെടുന്നു എന്നൊരു സ്ഥിതിയും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മറ്റ് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. മറ്റൊന്ന്, കാർഷിക തൊഴിലാളി നിയമം, ഗാർഹിക തൊഴിലാളികളുടെ നിയമം നടപ്പാക്കണം. വീട്ടുജോലിക്കാരും അതുമായി ബന്ധപ്പെട്ട വളരെ നിസ്സാരമായ വരുമാനം ലഭിക്കുന്ന ആളുകളെ സംബന്ധിക്കുന്ന അവർക്ക് തൊഴിൽ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഒരു തൊഴിലാളി നിയമവും ഉയർന്ന കൂലിയും ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അസംഘടിത തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിന് നിയമപരിരക്ഷ വേണം. ഇപ്പോൾ സംഘടിത തൊഴിലാളികളുടെ കൂലിക്കും തൊഴിലിനും തന്നെ രക്ഷയില്ലാത്തൊരു കാലമാണ് എന്ന് ഈ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ നമുക്കറിയാം. പക്ഷെ എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട കാര്യങ്ങളൊക്കെ അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ്. കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക. ഇപ്പോൾ സ്ഥിരം തൊഴിൽ കരാറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കരാറ് ആ അർത്ഥത്തിൽ തൊഴിലാളികളുടെ കരാറാക്കി മാറ്റുന്ന നീക്കം ഉപേക്ഷിക്കണം എന്നതിന് പുറമെ കരാർ മേഖലയിൽ നിശ്ചയിക്കുന്ന തൊഴിലാളികൾക്ക് പോലും ഒരു ന്യായമായ തൊഴിൽ കൂലി ഉറപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം. ആസ്തി വിൽപ്പന അവസാനിപ്പിക്കുക, പൊതുമേഖലാ വിൽപ്പന അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. രാസവളത്തിൻ്റെയും കീടനാശിനിയുടെയും വിലവർധനവ് പിൻവലിക്കുക. അത് വളരെ സജീവമായി ഇന്ന് ഇന്ത്യയിൽ ഉയർന്നു വന്ന ഏതാനും വിഷയങ്ങളിൽ ഒന്നാണ്. കാരണം രാസവളമായാലും ഇപ്പോൾ ഇന്ത്യയിൽ രാസവളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ചോദിച്ചാൽ പേരിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ മിക്കവാറും രാസവളം പുറമെ നിന്ന് ഇറക്കുമതിയിലാണ്. ഇന്ത്യൻ പൊട്ടാഷ് ലിമിറ്റഡിനെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ അവിടെ പൊട്ടാഷ് ഉണ്ടാക്കുന്നില്ല, എല്ലാം ഇറക്കുമതിയാണ്.
ഈ കാര്യം തന്നെ കുറെ കൂടി വെളിവാകുന്നത് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ്. നാട്ടിൽ രാസവളം കിട്ടാനില്ല. അപ്പം എന്താ കാരണം അന്വേഷിക്കുമ്പോൾ യുദ്ധമാണ്. എന്ന് വെച്ചാൽ ഇറക്കുമതിയാണ് പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഉൽപ്പാദനത്തിനോ അല്ലെങ്കിൽ വിതരണത്തിനോ ഉള്ള സംവിധാനമില്ല. ഇത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരു പുതിയ രജിസ്ട്രേഷൻ, രാസവളം വേണ്ട ആളുകൾക്ക് പിന്നെ ഒരു പുതിയ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുക. ആ രജിസ്ട്രേഷനുള്ള ആളുകൾക്ക് മാത്രമേ ഇനി രാസവളം തുറന്ന് ലഭിക്കുള്ളൂ എന്നൊരു സ്ഥിതി ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ വലിയ തോതിൽ കൃഷിയെ പിറകോട്ടടിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റു ഡീറ്റെയിൽസ് പറയുന്നില്ല. അതേപോലെ തന്നെയാണ് ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഭൂപരിഷ്കരണ ഭേദഗതി, അതിപ്പോൾ കേരള ഗവൺമെൻറ് അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. മറ്റു പല സ്ഥലത്തും അത്തരം ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇനി രണ്ടാം ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാനും നിലവിലുള്ള ഭൂപരിഷ്കരണത്തിൻ്റെ സംരക്ഷണവും അതിൻ്റേതായ പ്രത്യേകതകളും ഇല്ലായ്മ ചെയ്യാനുമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ രണ്ടാം ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് വരുന്നത്. അപ്പം അത് ഉപേക്ഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുക. പരമ്പരാഗത വ്യവസായങ്ങളിലെ മേഖലയിൽ തൊഴിലാളികൾ അതീവ ഗുരുതരമായ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തൊഴിലും അവരുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോലും അവിടെ അത്രയേറെ പ്രയാസം അനുഭവിക്കുന്ന ആ തൊഴിലാളികളെ സംരക്ഷിക്കാൻ. പറയാം ഇതൊന്ന് പറഞ്ഞതിന് ശേഷം പറയാം. പരമ്പരാഗത പെട്ടെന്ന് എടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ടില്ല, 21 ആവശ്യമുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ്. മറ്റൊന്ന്, ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റം തടയുകയും പൊതുവിതരണം ശക്തിപ്പെടുത്തുകയും ചെയ്യുക. അതും വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 10-ാം തീയതി കാലത്ത് 8 മണിക്ക് തൃശ്ശൂരിലെ പട്ടാളം റോഡിന് തൊട്ടുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ ഉപരോധം നടത്തുന്നത്. ജില്ലാതലത്തിൽ ഒരു കേന്ദ്രമാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ മിക്കവാറും അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ആ സമരത്തിൻ്റെ ഭാഗമായി ഒരു 5000 പേരെങ്കിലും ആ ഉപരോധ സമരത്തിൽ കാലത്ത് 8 മണിക്ക് പങ്കെടുക്കണം എന്ന നിലയിലാണ് ഞങ്ങൾ അതിൻ്റെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. കാരണം ഓഫീസുകളൊക്കെ തുറക്കുമ്പോൾ മിക്കവാറും 9 മണി എന്ന രീതിയിലൊക്കെ പോസ്റ്റ് ഓഫീസ് തുറക്കാനിടയുണ്ട്. ആ ഉപരോധം കാലത്ത് 8 മണിക്ക് ആരംഭിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് വരെ ഉപരോധം തുടരുക എന്നുള്ളതാണ്. ആ ഒരു നിലയിലാണ് ഇപ്പോൾ നമ്മൾ പൊതുവായിട്ട് ആ കാര്യം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അതിന് പിന്നെ ഇപ്പോൾ ഞങ്ങളിവിടെ പങ്കെടുക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനകൾക്ക് പുറമെ അങ്ങനെ ഇപ്പം അവർ ജയിലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിക്കില്ല. അത് അഖിലേന്ത്യാ മുദ്രാവാക്യമാണ്, ജയിൽ ഭരാവോ, ആ മുദ്രാവാക്യം. ഇവിടെ ഇപ്പം അങ്ങനെ അറസ്റ്റ് ചെയ്ത് നേരെ ജയിലിൽ പോകണം എന്ന് നമ്മൾ അതെ അവർ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ പോകും. അതിന് തയ്യാറായിട്ടാണ് പോകാന്ന് രാജ്യത്ത്. ഞങ്ങളതിന് തയ്യാറായിട്ടാണ് പോണത്. അപ്പോൾ ആ നിലയിൽ ആണ്. അപ്പോൾ ഈ സംഘടനകൾക്ക് പുറമെ HMKP അതുപോലെ തന്നെ കുറേ സംഘടനകളുണ്ട് ഇതിനോട് സഹകരിക്കുന്ന സംഘടനകളെ. ഒരു കേന്ദ്രം അതാണ് അവരുടെ കേന്ദ്രത്തിലേ ഉള്ളൂ. അപ്പോൾ ആ സംഘടനകളെ ഞങ്ങൾക്ക് പുറമെ അവരെല്ലാവരും ഇതിൽ സഹകരിക്കണം പിന്നെ എന്ന ഒരു പൊതു നില സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 5000 ആളെങ്കിലും പൊതുവിൽ ആ സമര കേന്ദ്രത്തിൽ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് കുറച്ച് ഒരു ഉപരോധ സമരം എന്ന് പറയുമ്പോൾ ഓഫീസ് പിന്നെ തുറക്കാൻ അനുവദിച്ച് നമ്മളൊരു 11 മണിക്ക് സമരത്തിന് പോകുന്ന ഒരു രീതിയല്ല. ആദ്യം തന്നെ നമ്മളവിടെ ഉപരോധം ഏർപ്പെടുത്തുക. അതെ, അതൊരു പ്രകടനത്തിന് വേണ്ടി സമരം 8 മണിക്ക് ആരംഭിക്കും. കോൺഗ്രസ് അനുകൂല സംഘടന ഇല്ല, കേരളത്തിലില്ല, അവിടെ ഉണ്ട്. ദേശീയ അടിസ്ഥാനത്തിൽ സംയുക്ത കിസാൻ മോർച്ചയും അതേപോലെ തന്നെ സംയുക്ത TU അതിലൊക്കെ അവർ പലപ്പോഴും വരുന്നുണ്ട്. അല്ല, ഇവിടുത്തെ ഈ സംയുക്തമായ സംഘടനകൾ പറഞ്ഞല്ലോ, ജോയിന്റ് പ്ലാറ്റ്ഫോം,
അതിൽ കോൺഗ്രസ് ഇല്ല. പിന്നെ ചില കാര്യങ്ങളിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് അവര് ഇതിലില്ല ആ കോമൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോറത്തിലില്ല സംസ്ഥാനത്ത്. അത് അതേസമയം വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ യോജിച്ച് ട്രേഡ് യൂണിയൻ രംഗത്ത് ഓരോ പോലീസിനെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും. അവര് നമ്മളെ അറസ്റ്റ് ചെയ്താൽ നമ്മള് അറസ്റ്റിന് കീഴ്പ്പെടുക, പിന്നെ വേറെ പ്രശ്നങ്ങളല്ല. അതെന്താ വെച്ചാൽ ഉപരോധം 8 മണിക്ക് തുടങ്ങണം. എന്നാലേ പോസ്റ്റ് ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് തുടങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ആളുകളും പിന്നെ സംഘർഷവും അതിൻ്റെതായ ഒരു കാര്യങ്ങൾ വരാതിരിക്കാൻ മുൻപേ ഉപരോധം ആരംഭിക്കും 8 മണിക്ക്. അതാണ് ഞാൻ സമയം 8 മണി പറഞ്ഞത്. അപ്പോൾ ഒരു 8:30 കഴിഞ്ഞാൽ തെക്കേ ഗോപുരം നടന്ന് ബാക്കി വരുന്ന ആളുകൾ കൂടി ഒരു പ്രകടനമായിട്ട് ഇതിനോട് ചേരും. സമരം യഥാർത്ഥത്തിൽ നമുക്ക് 8 മണിക്ക് തുടങ്ങേണ്ടതുണ്ട്. ഈ സമരം ശക്തൻ അല്ല. ഇവിടെ നമ്മുടെ പട്ടാളം റോഡ് അങ്ങോട്ട് ഇറങ്ങണില്ല. അതല്ല, ഇവിടെയാണ്. അതാണ് പട്ടാളം റോഡ് എന്ന് പറഞ്ഞത്. ഞാൻ പ്രത്യേകം ഐഡന്റിഫൈ ഈ സമരം ജോലിക്കാരെ ആരെയും പ്രവേശിപ്പിക്കില്ല. അതാണ് ഉപരോധം എന്ന് സൂചിപ്പിച്ചത്. 8 മണിക്ക് ആരംഭിക്കുന്നു, അതിനുവേണ്ടി തന്നെയാണ്. അത് അങ്ങനെ പറയുന്നില്ല എന്ന് മാത്രം. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ പനോളിയാണ്. മറ്റ് ഘടക സംഘടനകളുടെ നേതാക്കന്മാർ ആ സമരത്തെ അഭിവാദ്യം ചെയ്യും. അതുകൂടി നിങ്ങളുടെ അറിയിപ്പിന് വേണ്ടി തരാം. ഈ നമ്മളിപ്പോ ഇവിടെ 5 പേര് സംഘടനകളിലാണ് ഉള്ളത്. 5 പേർക്കെല്ലാം ഇവിടെ ഇരിക്കാൻ പറ്റൂ. അപ്പോൾ പുറമെ 2 സംഘടനയുടെ ജില്ലാ നേതാക്കന്മാർ നിൽക്കുന്നുണ്ട്. നമ്മളിത് കൊടുക്കുമ്പോൾ അവരും കൂടി ഉണ്ട് എന്ന് എനിക്ക് കൊടുക്കണം. ഒന്ന് KS ജോഷി, HMSന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് KS ജോഷി. മറ്റൊന്ന് AS രാധാകൃഷ്ണൻ, HMKPയുടെ നേതാവ്. നേരത്തെ പറഞ്ഞത് HMSന്റെ, ഇത് HMKPയുടെ നേതാവാണ്. 2 പേരും കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം. പിന്നെ ഇത് പത്രക്കാർക്കും കൂടി അവരുടെ കൂടി ആവശ്യമാണ് ഈ ഉന്നയിക്കണം എന്നുള്ളത് കൊണ്ട് ഇതിന് നല്ല പ്രചാരവേല നമ്മളും സംഘടിപ്പിക്കണം. പങ്കെടുക്കണം എന്നാ നമ്മൾ പറയാ. അറിയാലോ, ലേബർ കോഡ്. എല്ലാവിധ പിന്തുണയും നിങ്ങൾക്ക് തരണം. അപ്പൊ അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ലേബർ കോഡുകൾ പാർലമെന്റ് പാസ്സാക്കിയ ചട്ടവും നിയമമൊക്കെ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും കഴിയുന്നത് വരെ മാറ്റിവെച്ചു. വളരെ കൃത്യമായ ഒരു ചതിയാണ് കാര്യത്തിലുണ്ടായത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചട്ടം വന്നു, ലേബർ കോഡുകൾ രാജ്യത്ത് നടപ്പായി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാകമാനമുള്ള പത്രപ്രവർത്തകരുടെ അവകാശങ്ങൾ, കഴിഞ്ഞ 70 വർഷക്കാലമായി നിലനിൽക്കുന്ന പത്രപ്രവർത്തകരുടെ അവകാശങ്ങൾ അടക്കം നിഷേധിക്കപ്പെട്ടേക്കാണ്. എല്ലാവർക്കും അറിയാലോ, 1955 പത്രപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട നിയമമുണ്ടായി. 70 കൊല്ലം ലേബർ കോഡ് വന്നതോടുകൂടി അവിടെയും മാറ്റമുണ്ടായി. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സ്വയംഭൂവായിട്ട് ട്രേഡ് യൂണിയൻ മേഖലയിൽ ഒരു ഉയരുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് ധരിച്ചിരുന്ന IT മേഖലയിലടക്കം യാതൊരുവിധ തൊഴിൽ സുരക്ഷയില്ലാതായി മാറി. രാവിലെ കോറം ഹെൽത്തിൽ തിരുവനന്തപുരം നിങ്ങൾക്കറിയാലോ, ജോലിക്ക് വരികയാണ്. 800 തൊഴിലാളികളുണ്ട്. പിന്നെ ജോലി തുടങ്ങുന്ന സമയത്ത് ഒരു അനൗൺസ്മെന്റ് വരികയാണ്, 800 തൊഴിലാളികളെയും പിരിച്ചുവിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഇതുവരെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിച്ച് പിരിഞ്ഞു പോവാം. കോറം ഹെൽത്തിലുണ്ടായതാണ്. തിരുവനന്തപുരത്ത് സർവ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്ത് 300 തൊഴിലാളികളെ ഇതേപോലെ പിരിച്ചുവിട്ടു. മുൻകാലങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തോ ഇന്ത്യയിലോ എവിടെയെങ്കിലും പഴയ തൊഴിൽ നിയമങ്ങൾ നിലനിന്ന സമയത്ത് നിശ്ചിതമായ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിൽ വകുപ്പിൻ്റെ ബന്ധപ്പെട്ട ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട എല്ലാ തൊഴിൽ നിയമങ്ങളും റദ്ദ് ചെയ്യപ്പെട്ട് അവസാനം മുതലാളിത്ത അനുകൂല തൊഴിൽ നിയമങ്ങൾ ലേബർ കോഡ് നടപ്പായി എന്നുള്ളത് ഏറ്റവും ഭീകരമായ അവസ്ഥയാണ്. തൊഴിലാളിക്ക് ഇപ്പം ഭാരതീയ ന്യായ സംഹിത വന്നു, ഇന്ത്യൻ ശിക്ഷാ നിയമം മാറ്റി പുതിയത് വന്നു. ഇപ്പൊ തൊഴിലാളിക്ക് ഒത്തുകൂടാൻ, കൂട്ടായി വില പേശാൻ, ഫാക്ടറിക്ക് മുമ്പിലുള്ള പ്രകടനം നടത്താൻ, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പിക്കറ്റിംഗ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ജാമ്യമില്ലാ കുറ്റമായി വന്ന് ജയിലിൽ അടയ്ക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുകയാണ്. നോയിഡയിലുണ്ടായ
ഇത് നോയിഡയിൽ ആരുമില്ല, ഒരു യൂണിയനും ഇല്ലാതെയാണ് നോയിഡയിലെ തൊഴിലാളി മൊത്തം ഈ പറയുന്ന പോലെ അവരിറങ്ങിയത്. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നമ്മുടെ കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ കർഷകർ ഇപ്പം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം എങ്ങനെയാവും നമ്മുടെ നാട്ടിലെ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളുടെ വില എന്നുള്ള കാര്യത്തിൽ നാട് ചർച്ച ഏറ്റവും വലിയ തോതിൽ സബ്സിഡി കൊടുക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ കൃഷിക്ക്. 80% വരെ സബ്സിഡി കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കൻ രാജ്യങ്ങൾ. അവിടെ നിന്ന് വളരെ കുറഞ്ഞ നിലയ്ക്ക് വലിയ തോതിൽ സബ്സിഡി കൊടുത്ത സാധനങ്ങളുടെ ഇറക്കുമതി ചെയ്യുമ്പോൾ കാർഷിക മേഖലയിൽ വൻ തകർച്ച ഉണ്ടാവുന്ന തർക്കമില്ല. ഞങ്ങളപ്പോൾ എല്ലാ വിഷയങ്ങളും മുന്നോട്ട് വയ്ക്കുകയാണ്. നേരത്തെ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി പോലെ ദേശീയ കർഷക തൊഴിലാളി നിയമം രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് അപ്പം അതാണ് കർഷകരും കർഷക തൊഴിലാളികളും ഒറ്റക്കെട്ടായി ഒരു സമരത്തിലേക്ക് വരുന്നുള്ളത്. INTUC കേരളത്തിൽ സമരത്തിലില്ലെങ്കിലും ഈ മുദ്രാവാക്യങ്ങളിലും ഇതിൻ്റെ ദേശീയ അടിസ്ഥാനത്തിലുള്ള പ്ലാറ്റ്ഫോമിലും INTUC അടക്കമുള്ള സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്ന BMS അടക്കമുള്ള ഭരണാനുകൂല സംഘടനകൾ അടക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുത്ത് കഴിഞ്ഞു. ഉണ്ടായിരുന്നു, ആദ്യം മുമ്പ് ഉണ്ടായിരുന്നു, പിന്നെ 14 ഭരണം വന്നതിന് ശേഷമാണ് അവർ മാറിയത്. പക്ഷെ ഇപ്പോൾ BMS അടക്കം ഈ കാര്യത്തിൽ, ലേബർ കോഡിന്റെ കാര്യത്തിൽ, വിവിധ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ സർക്കാർ പുനർചിന്തനം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, സ്വയംഭൂവായിട്ട് ആരുമില്ലാതെ, ട്രേഡ് യൂണിയൻ ഇല്ലാത്ത, നേതൃത്വം ഇല്ലാത്ത സമരങ്ങൾ പോലും രാജ്യത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശാവമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പം ഇതൊക്കെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു പോയിന്റ് കൂടി പറയാനുള്ളത്, ഇത് ക്വിറ്റ് ഇന്ത്യ സമര ദിനത്തിൽ സംഘടിപ്പിക്കണം 9-ന് എന്നായിരുന്നു ഞങ്ങൾ ധരിച്ചിരുന്നത്. അത് ഞായറാഴ്ചയായി പോയതോടാണ് 10-ാം തീയതി ആക്കിയത്. ഓഫീസുകൾ പൂട്ടിയിടുന്ന ദിവസം ദേശീയ പ്രാധാന്യം ഉണ്ട് എന്നുകൂടി അവസാനിപ്പിക്കും.